10 വർഷത്തിന് മുകളിലായി ദുരിതങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഒരു റോഡാണ് കൊട്ടാരക്കര നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പാറയമുക്ക് പണയിൽ റോഡ്. നിരവധി പരാതികൾ നാട്ടുകാർ നൽകിയെങ്കിലും നാളിതുവരെയായി യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഒരുപാട് പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയമാണ് ഞാനിവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. റോഡ് നവീകരിക്കണം എന്നുള്ള വലിയ ആവശ്യം ഉയർന്നു വന്നിട്ട് നാളുകളേറെയായി. പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്തു നിന്നും അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നാട്ടുകാർ നിരവധി തവണ പരാതികൾ പെട്ടിട്ടെങ്കിലും യാതൊരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരിയല്ലേ അമ്മേ? എന്താ നിങ്ങളുടെ ആവശ്യം? എന്താ ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാ. ഒരു ആശുപത്രിയിൽ പോകാൻ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഈ റോഡിൽ കൂടെ വരാൻ വലിയ പാടാണ്. നമ്മൾ ഒരുപാട് ദുരിതങ്ങൾ ഇങ്ങനെ അനുഭവിക്കുക. വണ്ടിയൊക്കെ ഉണ്ട്, നമ്മൾ ടാക്സും എല്ലാം അടയ്ക്കുന്നതാണ്, എന്നിട്ട് പോലും റോഡ് ശരിയാക്കുന്നില്ല. ഭരിക്കാൻ വന്നവര് എല്ലാം റെഡിയാക്കാം എന്നും പറഞ്ഞ് പോയിട്ട് പോലും ഇതുവരെ ഒരു കാര്യവും സാധിക്കുന്നില്ല. ഇനി വോട്ട് വരുമ്പോഴും വരുമല്ലേ, അന്നേരം നമ്മൾ പറയാൻ ചൊല്ലി ഇരിക്കുക. എന്താ വാഗ്ദാനങ്ങൾ തരുന്നതേ ഉള്ളൂ, ഒന്നും നിറവേറ്റുന്നില്ല. മഴക്കാലമായി കഴിഞ്ഞ ഇവിടെയുള്ള യാത്ര ഭയങ്കര ദുരിതമോ, വെള്ളക്കെട്ടല്ലേ അവിടെ എല്ലാം വലിയ കുഴികളും ഒക്കെ ആയിട്ട് അതിനകത്ത് ഓട്ടോക്കാർ ഒട്ടും വിളിച്ചാൽ വരത്തില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് ആശുപത്രിയിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇപ്പൊ നിങ്ങൾക്കിപ്പം പുറം ലോകത്തേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ പാറയമുക്ക് ചെല്ലണം അല്ലേ, അല്ലെങ്കിൽ പണയിലെത്തണം, അവിടെ എത്തണം. അപ്പൊ അവിടെ നിന്ന് ഒരു ഓട്ടോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. പെട്ടെന്ന് വരാൻ അവര് വഴി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നല്ല വഴിയെ കൂടെ വരും. ചാർജ് കൂടുതൽ കൊടുക്കണമെന്നേ ഉള്ളൂ. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. സ്കൂൾ ബസ്സും വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂളിലൊക്കെ വിടുന്ന കുട്ടികളെ വിടുന്ന അമ്മമാരും ഒക്കെ ഉണ്ട് ഇവിടെ അല്ലേ. എങ്ങനെയാ സ്കൂൾ ബസ്സൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആണ്. ഞങ്ങൾ ഇതുവഴി വരാറില്ല, വേറെ റോഡിൽ കൂടെ പോകുന്നത്. ഈ റോഡ് മോശമായിട്ട് ഇതിലെ കൂടെ വരത്തില്ല. സ്കൂട്ടർ കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. ആണ്, ഒരുപാട് കാലമായിട്ട് ഈ റോഡ് ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ വേറെ റോഡുണ്ട്, ആ റോഡിൽ കൂടെ പോകുന്നത്, ചുറ്റിക്കിറങ്ങി പോകുന്നത്. പുറത്തേക്ക് പോകണമെങ്കിൽ അതായത് കൊട്ടാരക്കര എത്തണമെങ്കിൽ പാറയമുക്ക് അല്ലേ, കൊല്ലത്ത് പോകാനും എല്ലാം ഈ റോഡാ പോകുന്നത്, മാറനാട് വഴി പോകാൻ. ഈ റോഡ് ഇപ്പം സഞ്ചാരയോഗ്യമായി കഴിഞ്ഞാൽ നിങ്ങളൊരു എല്ലാവർക്കും ഭയങ്കര ഗുണമായിരുന്നു. ആട്ടോ വിളിച്ചാലൊന്നും ആരും വരത്തില്ലെന്ന പരാതി. സ്കൂൾ വണ്ടികളെല്ലാം താമസിച്ച് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ വരാൻ താമസിക്കുമ്പോൾ നമ്മൾ സ്കൂള് വരെ വിളിക്കുകയാണ്. അപ്പൊ അവര് പറയുന്ന സമയത്തിന് സ്കൂൾ വണ്ടി വിടുന്നുണ്ട്. ഈ വഴിയെ കൂടെ വരുമ്പോൾ ഒരുപാട് താമസിച്ച് വരുന്നത്, എന്നും വരുന്നതിനെക്കാട്ടും കുഞ്ഞുങ്ങൾ അരമണിക്കൂറൊക്കെ താമസിച്ച് വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ വേവലാതിയാണ്. അപ്പൊ നമ്മൾ സ്കൂളിലോട്ട് ടീച്ചറിനെ വിളിക്കും. അവര് പറയും സ്കൂൾ നേരത്തെ വിട്ടിട്ടുണ്ട്, ഇനി വഴിയുടെ ദുരിതം കൊണ്ടാണ് താമസിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള ഒരു ദുരിതമാണ് ശരിക്കും നാട്ടുകാർക്ക് അല്ലേ? റോഡ് ഇങ്ങനെ കിടക്കുന്നത് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇത് എത്രയോ പേര് വന്ന് ഭരിക്കുന്നു, മാറുന്നു, വോട്ട് സമയത്ത് വന്ന് വോട്ട് പോയിക്കുന്നു, പോകുന്നു. അതല്ലാതെ ഈ കാര്യത്തിന് ഇത് ഒരു തീരുമാനമായിട്ടില്ല. ഒരു ആട്ടോ വിളിച്ചാലും ഒരു വണ്ടി വിളിച്ചാലും ഇങ്ങോട്ട് വരത്തില്ല. നമ്മളൊരാളെ ആശുപത്രി കൊണ്ടുപോയി വണ്ടി വിളിച്ചാൽ വരത്തില്ല. ഈ റോട്ടാണ്ട് വരത്തില്ല, അവർ വരാൻ ഒക്കത്തില്ല, വരാൻ മടിക്കുവാണത്. ഇപ്പൊ ചുറ്റിക്കറങ്ങി പോകേണ്ട അവസ്ഥ. ചുറ്റിക്കറങ്ങി ഇതിലേ കൂടെ ചുറ്റിക്കറങ്ങി പോകണം. മണക്കരക്ക വഴി ഒക്കെ പോകണം. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇരട്ടി പൈസ വേണം. ഇതിലേ കൂടെ കൊട്ടാരത്തിലോട്ട് ഒരു വണ്ടിയോ ആട്ടോയോ വരത്തില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് പാറയമുക്കിന്ന് കോട്ടാത്തല വരെയുള്ള കിടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മഴ പെയ്താൽ പിന്നെ തീരെ ഒന്നുമില്ല. വാഹനം തകരാറാവത്തില്ല. ഈ വാഹനം മൊത്തം പോയിരിക്കും. അതാ അവര് വരാത്ത ആട്ടക്കാർ പോലും വരാത്ത ഇതാ. അവര് ഇപ്പൊ വന്നാൽ ചാർജ് കൂടുതൽ പോയി. ഇതിലേ വേണമെങ്കിൽ ചാർജ് കൂടുതൽ വേണമെന്ന് പറയും, അല്ലെങ്കിൽ അവർ വരത്തില്ല. അതാണ് ഇപ്പൊ കിടക്കുന്നത്. ദുരിതം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ദുരിതം പിടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പരാതികൾ ആവശ്യം പോലെ പരാതി കൊടുത്തിട്ടുണ്ട്. പല പത്രത്തിലും അവിടെ ഇതെല്ലാം വന്നിട്ടുണ്ട്. എന്നൊക്കെ ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിരവധി പരാതികൾ നൽകിയിട്ടും ഈ ഒരു റോഡിന് യാതൊരു ശാപമോക്ഷവും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അല്ലേ? കുട്ടികളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കൊച്ചിന് വയ്യാതെ ഓട്ടോക്കാർ പോലും വരത്തില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊരു അസുഖം വന്ന ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, വളരെ ബുദ്ധിമുട്ടാ. ഞങ്ങൾ നടക്കാൻ പോലും പറ്റത്തില്ല. ഒട്ടും നടക്കാൻ പറ്റത്തില്ല. വലിയ കുഴികളാ, വെള്ളക്കെട്ടും. അതിലൊന്നും നടക്കാൻ പോലും 20 വർഷം കാടാ. ഞങ്ങൾക്ക് ഒരു പിള്ളേര് അങ്ങനെ ബസ്സങ്ങനെ വരാൻ ബുദ്ധിമുട്ട്. 10 വണ്ടിയുണ്ട്. ആ കുഞ്ഞുങ്ങൾ തെറിച്ചായിരിക്കുന്നത്, പേടിച്ചായിരിക്കുന്നു കുഞ്ഞുങ്ങള്. അത്ര ഇതിലാവുന്നത്. എന്നാലും അവര് വളരെ പെയ്യാ പോകുന്ന കാര്യം. കുഞ്ഞുങ്ങളല്ലേ വണ്ടിക്കത്തിരിക്കുന്നത്, വളരെ പെയ്യാ. എന്നാലും പിള്ളേർ തെറിച്ചാ മേലോട്ട് പോകുന്നത്. ആ ഈ കട്ടറി വീഴുന്നുണ്ട്. സമയത്ത് ഓടി ചെല്ലണ്ട, സ്കൂളിൽ ചെല്ലണ്ടായോ? അതിനുള്ള കഷ്ടപ്പാടും ഉണ്ട് അതിനകത്ത്. 10 പേരും ബസ് പോകുന്ന റൂട്ടായത്. നല്ലോണം സംസാരിക്കുന്ന ഒരാൾ വരുന്നു. ചേട്ടാ, നമുക്ക് വണ്ടിയൊക്കെ തകരാറാവത്തില്ലേ? വണ്ടി പണിയോ ഇട്ടക്കുവാ.
വണ്ടി പണിയായിട്ട് എന്റെ വണ്ടി പണിയുന്നില്ല. പണിഞ്ഞാ പിറ്റേന്ന് വർഷത്തിൽ കെട്ടണം. ഏത് വണ്ടിയാ? സ്കൂട്ടിയാ, ആക്റ്റീവ വണ്ടിയാണ്. റോഡിലൂടെ ഓടിച്ച് മൊത്തം 1.5 കൊല്ലം വണ്ടി പണിയുന്നില്ല. പണിയാത്ത കാരണം പിറ്റേന്ന് ഞാൻ വണ്ടി പണിയാൻ പോണം. അതുകൊണ്ട് വാഹനം അത് പൈസ ചെലവാക്കിയാ പിന്നെ അത്രയും പൈസ പിന്നെ ചെലവാക്കണ്ടായോ? അതിപ്പോ വണ്ടി ഓടാതിരിക്കുന്നതല്ലേ നല്ലത്. കണ്ടോ, അദ്ദേഹത്തിന്റെ വാഹനം അദ്ദേഹം റെഡിയാക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നന്നായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ റോഡിലൂടെ ഓടിക്കുമ്പോൾ വീണ്ടും തകരാറിലാവും. അതുകൊണ്ട് സമയ നഷ്ടം, സാമ്പത്തിക നഷ്ടം എല്ലാം സംഭവിക്കും അല്ലെ. അതുകൊണ്ടാണ് വാഹനം റെഡിയാക്കാത്തതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ നാട്ടുകാർക്ക് പങ്കുവെക്കാനുള്ളത്. ഞങ്ങളുടെ ഒരു കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് അനുഭവിക്കുന്ന വളരെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അതായത് അത്യാവശ്യം എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ ഒരു ആട്ടോ പോലും ഇവിടെ വിളിച്ചാൽ വരത്തില്ല. ഒരു വണ്ടികൾ ഇതിലുള്ള സവാരി വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ കുറച്ച് ഒരു കട നടത്തുന്നുണ്ട്. അതായത് ഈ വഴിയുടെ മോശ സ്ഥിതി കാരണം ഈ വഴിയിൽ ആളുകൾ വരാറില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. പ്രധാനപ്പെട്ട ഒരു നേതാക്കളും ഈ വഴിയിൽ വരാറില്ല. ഭരണപക്ഷത്തെയായാലും പ്രതിപക്ഷത്തെയായാലും, പ്രതിപക്ഷം പിന്നെ പ്രതികരിക്കുന്നുണ്ട് കുറച്ചൊക്കെ. ഭരണപക്ഷത്തെ ഒരു നേതാക്കളും ഈ വഴി വരാറില്ല. ഇലക്ഷൻ ആകുമ്പോൾ പറയുമ്പോൾ ഞങ്ങൾക്ക് വോട്ട് തരാം, ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് പറയും. അത് തന്നെ പറയാം. വാഗ്ദാനങ്ങൾ എല്ലാവരും വാഗ്ദാനം തരാറുണ്ട്, അത് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ. പക്ഷെ ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. ഇത് വർഷങ്ങളായി കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് പറയുകയാണ് ഞങ്ങൾ ഇപ്പൊ റെഡിയാക്കും, പിന്നെ ഇപ്പൊ ഉടനെ ടെൻഡറായി ഇതാ കിടക്കുന്നു, ഉടനെ ആകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. എത്ര കിലോമീറ്റർ ആണെങ്കിൽ ഇത് ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ ആണ്. 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ റോഡ് നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊല്ലത്തേക്ക് എത്താൻ അല്ല, അത് മാത്രമല്ല, ഈ റോഡ് നന്നായി കഴിഞ്ഞാൽ വളരെ, അതായത് ഇത് പണ്ട് പുരാതനമായിട്ടുള്ള റോഡാണ്. ഇത് പണയിൽ കോട്ടാത്തല കല്ലട റോഡാണ് ആക്ച്വലി. വേറെ പുതിയ റോഡ് വന്നപ്പം എല്ലാവരും പുതിയ റോഡിന്റെ പുറകിൽ പോയി. അതുകൊണ്ട് ഈ റോഡിന് യാതൊരു പുരോഗതിയും വന്നിട്ടില്ല. നമ്മുടെ ഒരു ആവശ്യം, നാട്ടുകാരുടെ ആവശ്യം ഇതാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കുക. റോഡ് നന്നായി കഴിഞ്ഞാൽ വ്യാപാര മേഖല എല്ലാം ഉണരും. വ്യാപാര മേഖലയും, അതായത് പൊതുവെ ഈ ഭാഗം എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭാഗമാണ്. അതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയ നേതാക്കൾ അവഗണിച്ചിട്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പൊ പാറലോറി പോയി ഒരുപാട് പൊടിഞ്ഞു കിടക്കുക. ഒരു ദിവസം ഒരു 15 ലോറി 20 ലോറിയാണ് ഇതിൽ പാറയും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ദുഃഖമാണ്. ഒരു വിധത്തിലും നമുക്ക് ഇത് റോഡ് ശരിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ഒരു പുരോഗതിയും ഉണ്ടാവുന്നില്ല. നമ്മൾ എവിടെ തിരക്കിയാലും അത് ഒരാൾ എടുത്തിട്ടുണ്ട്, അയാൾ പണിയും സമയമായിട്ടില്ല എന്നാ പറയുന്നത്. മഴ മാറട്ടെ എന്നൊക്കെ പറയുക. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. ഈ പ്രദേശത്തുള്ള ഓട്ടക്കാരെ വരുത്തുള്ളൂ. പുത്തുക്കാർ ആലുംകുന്നും പറഞ്ഞാൽ പിന്നെ വരുത്തതേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം. അതിന് ഞങ്ങളുടെ മന്ത്രി സാറ് വിചാരിച്ച് ഞങ്ങൾക്ക് മന്ത്രി സാർ ഇവിടെ പ്രസംഗിച്ചതാ സാറ്. നിങ്ങളുടെ ഈ ആലുംകുന്നും പുറമായിരിക്കും ഞാൻ വികസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ പോയത്. ഞങ്ങൾക്ക് വേറെ ഒരു വികസനവും വേണ്ട, സാറിന്റെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ റോഡ് മാത്രം ഒന്ന് ശരിയാക്കി തരുക. മാത്രമേ ഉള്ളൂ. വർഷങ്ങൾ കൊണ്ട് കാത്തിരിപ്പ ഇന്ന് കിട്ടും എന്ന് പറഞ്ഞു ഇതുവരെയും കിട്ടിയിട്ടില്ല. 3.5 കോടി ടെൻഡറൊക്കെ ആയെന്നൊക്കെ പറയുന്ന കേട്ടു. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒരു കോൺട്രാക്ടർമാർ വരുന്നൊക്കെ ഞങ്ങളെ കളിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോദിച്ചു, ഇതിന്റെ ഒരു പാർട്ടി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത് ശരിയായി കിടക്കുന്ന റോഡിന് ഇന്ന് എന്തിനാ പോലും വെക്കുന്നത്? എന്നിട്ടും ഇതുവരെ കിട്ടുന്നില്ല. റോഡിന് എന്തിനാ നിങ്ങൾ അറിഞ്ഞില്ലേലും ഞങ്ങൾ അടുത്ത ആഴ്ച തുടങ്ങണം. ഇപ്പൊ അടുത്ത ആഴ്ചയും കഴിഞ്ഞ് 2 ആഴ്ചയും കഴിഞ്ഞ് 1 മാസവും കഴിഞ്ഞ് 2 മാസവും കഴിഞ്ഞു. ഇതുവരെ ഇവിടെ ഇപ്പോഴും പറയുന്നു, ഇപ്പൊ ഈ വന്ന് നിങ്ങൾ നിൽക്കുമ്പോഴും പറയുന്നു, ഒരാൾ പറയുന്നു, ഒരു വ്യക്തി പറയുന്നു, ഇന്നലെ ഞാൻ ഞങ്ങളുടെ ഇതിലെ മെമ്പർ കൺട്രാക്ടറെ പോയിന്ന്. പക്ഷെ ഞങ്ങൾ ആരും കണ്ടില്ല കൺട്രാക്ടർ മെമ്പർ ഇതിലെ പോയത്. ഞങ്ങളെ ഒന്ന് വിളിച്ച് കാണിക്കാൻ എന്താ ഇതാ കൺട്രാക്ടന്ന് കാണിച്ചില്ലല്ലോ. ജനങ്ങളെ ഒന്ന് കാണിക്കാൻ എന്താ കാണിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇല്ല. ഞങ്ങൾ എവിടെ അറ്റം വരെ വേണമെങ്കിൽ ഈ റോഡിന് വേണ്ടി വരും. അല്ല രാഷ്ട്രീയം ഒന്നുമല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമേ ഇല്ല. റോഡിന് വേണ്ട, റോഡിന് വികസനം മാത്രം. ഈ റോഡ് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതേ ഉള്ളൂ. വാഹനങ്ങൾ അപകടത്തിന് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ ചിറക്കിക്കൊണ്ട് ഒരു ചെറുക്കൻ ഒല്ലില്ല അവിടെ വീണു. അതിന് ഞങ്ങൾ എല്ലാവരും പോയ പൊക്കിയെടുത്ത ബൈക്കിനകത്തുനിന്ന് മുട്ടും എല്ലാം മുറിഞ്ഞു. അതിന്റെ ചോര ഒഴിപ്പിച്ചാ പോയത്. അവര് ഈ പിള്ളേരൊക്കെ ഇത് ഓൺലൈൻ വഴി കൊണ്ടുവന്നില്ലേ, ആ ഒരു കൊച്ചോട് വീണ്ടും വീണു. ഒരു ഭക്ഷണം കൊണ്ട് ഡെലിവറി ആ കൊച്ചും വന്ന് വീണ്. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഭയങ്കര ചെറുക്ക അവിടെയും വന്ന് വീണ്. അന്നേരം നമ്മൾ ഓടിച്ചെന്ന് അതിന്റെ ഉപജീവന മാർഗമല്ലേ അത്. അന്നേരം ഇപ്പൊ ചോദിക്കുന്ന ചേച്ചി തന്നെ ആവുമെന്നാവും അന്നേരം ചോദിക്കുന്നത്. അതാണ് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുവാണ്. അതേ ഉള്ളൂ. എന്തൊക്കെ വന്ന് ചോദിക്കുന്നത്, റോഡ് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്, ഈ റോഡ് മാത്രം എന്താ ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങോട്ട് ആരും വരത്തില്ല. വരാനുള്ള നിങ്ങൾ റോഡ് വിളിക്കുന്ന പറയുന്നത്. ഒരു ആശുപത്രി കേസ് ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒരു വാഹനം വിളിച്ചാൽ വരത്തില്ല. ഒരു ആശുപത്രി കേസ് ഉണ്ടായാൽ ഈ അയലത്ത് കിടക്കുന്ന വാഹനം ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒരു വാഹനവും വരത്തില്ല.
ഞങ്ങൾക്ക് അതൊക്കെയാണ് ബുദ്ധിമുട്ട്. ഞങ്ങളൊക്കെ പ്രായമായിരിക്കുന്നവരാ. ഞങ്ങൾക്ക് എപ്പോഴും അസുഖങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ ആശുപത്രി പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ വിളിച്ചാൽ ഒന്നും വരത്തില്ല. പിന്നെ പുത്തുന്ന സാധനം മേടിച്ചൊന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ വരത്തില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടുവാണ്. ഞങ്ങൾ ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുവാണ് ഈ പ്രദേശത്തുള്ളവർ. ശരിക്കും ഈ നാടിന്റെ ഒരു ദുരിതം തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഒരു ബന്ധുക്കൾ പോലും ഇവരുടെ വീട്ടിലേക്ക് എത്താൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കൃത്യമായി ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ഈ യുവജന സംഘടനകൾ അടക്കം രാഷ്ട്രീയ സംഘടനകൾ അടക്കം പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഈ റോഡിൽ ഉരുണ്ട് വരെ പ്രതിഷേധം നടത്തിയ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. ഇത് നാട്ടുകാരുടെ വലിയ ഒരു തീരാ ഒരു ദുരിതമായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഇത് കാണുന്നത്? ഇത് നെടുമത്തൂർ പഞ്ചായത്തിലെ ഒരു പ്രധാന റോഡാണ്. അതായത് പുത്തൂർ കമ്പോളവുമായി നെടുമത്തൂരിലെ തന്നെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കശുവണ്ടി വ്യവസായം നടക്കുന്ന, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ സോഴ്സുള്ള പുത്തൂർ മാർക്കറ്റിലേക്ക് പോകാനുള്ള ഒരു പ്രധാന റോഡാണിത്. അതായത് പ്ലാമൂട് മുതൽ ആരംഭിച്ചാൽ അങ്ങ് പുത്തൂർ വരെയും, അല്ലെങ്കിൽ പണയിൽ ക്ഷേത്രത്തിന് സമീപത്തു കൂടി അങ്ങ് പുത്തൂർ വരെയുള്ള പ്രധാന ഒരു പാത. അത് PWD റോഡാണ്. ഇതിന്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറം പോയാൽ PWD റോഡാണ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറം പോയാലും PWD റോഡാണ്. ഇതിനിടയ്ക്കുള്ള ഒരു കുറച്ച് ഭാഗത്തോട് വിവേചനം കാണിക്കുകയാണ് ഈ പ്രദേശത്തെ ജനപ്രതിനിധികൾ. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, അതിനകത്ത് കൊടിയുടെ നിറമോ ഭരിക്കുന്ന പാർട്ടിയുടെ കളറോ ഒന്നും നോക്കുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം, ഇവിടുത്തെ സാധാരണക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കൊപ്പം ഈ റോഡ് നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യത്തിനൊപ്പം യൂത്ത് കോൺഗ്രസ് നിൽക്കുകയായിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം മാറി താമസിക്കുന്ന ഒരാളാണ്. ഇവിടെ എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഈ റോഡിൽ ഉരുളാൻ തീരുമാനിച്ചപ്പോ ഇവിടെ ഉദ്ഘാടകനായി കടന്നു വന്ന ഞാൻ അവർക്കൊപ്പം ഉരുളുകയായിരുന്നു. അങ്ങനെ ഇവിടുന്ന് 1.5 കിലോമീറ്ററോളം ചെളി വെള്ളത്തിൽ, അന്ന് മഴ പെയ്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് അധികാരികളുടെ കണ്ണു തുറക്കണം, ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഈ സമരത്തിന് രാഷ്ട്രീയം നോക്കാതെ ഈ പ്രദേശത്തെ അമ്മമാർ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്കൊപ്പം ഒരു പ്രകടനമായി ഇവിടുന്ന് അങ്ങേയറ്റം വരെ ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങേയറ്റം വരെ അങ്ങ് പാറയമുക്ക് ജംഗ്ഷൻ വരെ ഇവിടുത്തെ അമ്മമാർ കടന്നു വന്നു. അപ്പോ പല വീഡിയോയിലും ഇവിടുത്തെ 2 സൈഡിലെയും ജനപ്രതിനിധി, അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, രാഷ്ട്രീയം നോക്കാതെ ഒരു സൈഡിൽ കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിനിധി, ഒരു സൈഡിൽ BJPയുടെ ജനപ്രതിനിധി, ഒരു സൈഡിൽ CPIയുടെ ജനപ്രതിനിധി. അപ്പൊ എല്ലാവരും കൂടെ ചേരുന്ന ഈ പഞ്ചായത്തിലെ പ്രത്യേകത, എല്ലാവരും കൂടെ ചേർന്ന ഒരു അവിയൽ മുന്നണി ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണിത്. അത് ഒരു ഭാഗത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഭരിക്കുന്ന വാർഡാണ്. എന്നിട്ടും ഇതിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോ ഈ ഇവിടുത്തെ ആളുകൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങോട്ട് പോകുമ്പോൾ അഗാധമായ കുഴിയാണ്. ഇവിടെ ആളുകൾ വാഴ നട്ട് പ്രതിഷേധിച്ചു. ഞങ്ങൾ വെള്ളത്തിൽ കിടന്ന് മാരകമായ അസുഖങ്ങൾ പിടിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പലരും എന്നെ വിളിച്ചു ചോദിച്ചു, എന്ത് സമരമായിരുന്നിരിക്കട്ടെ, പക്ഷെ ഇത്തരത്തിലുള്ള സമരമാർഗങ്ങൾ പാടില്ല. അന്ന് ഡെങ്കി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ചെളിവെള്ളത്തിൽ കിടന്ന് ഉരുണ്ടത്. അത് ഇച്ചിരി ദൂരമല്ല, ഇവിടുന്ന് അങ്ങേ അറ്റം വരെ കുഴിയുള്ളിടത്ത് എല്ലാ സ്ഥലത്തും കിടന്ന് ഉരുളുക എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം എവിടെ നിന്ന് ഒരു ശകല ഉരുളുന്ന പോലെ അല്ല. ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ഈ ആളുകൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉരുണ്ട്. പക്ഷെ അതിനകത്തൊരു പ്രശ്നം, ഇതിൽ പങ്കെടുത്ത ആളുകളെ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഭീഷണിപ്പെടുത്തുന്നു. അവരാരുടെയും രാഷ്ട്രീയം നോക്കി പറഞ്ഞല്ല, അവർ കൃത്യമായി ഞങ്ങളുടെ ഈ റോഡ് പണിത് തരണം, അതിനൊരു പരിഹാരം കാണണമെന്നേ പറഞ്ഞുള്ളൂ. ഇവിടുത്തെ ജനപ്രതിനിധികൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആ സമരത്തിൽ പങ്കെടുത്തത്, ആർക്കു വേണ്ടിയാണ് ആ സമരത്തിൽ പങ്കെടുത്തത്, റോഡ് ടെൻഡറായി. ഞാൻ ഇപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഇതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു. ഒരു കോൺട്രാക്ടറും ടെൻഡർ എടുത്തിട്ടില്ല, എഗ്രിമെന്റ് വെച്ചിട്ടില്ല. ടെൻഡർ ഒരു 3-4 തവണയായി പ്രാപ്തമായ ഫണ്ട് വെക്കാതെ, ഇത് പൂർത്തീകരിക്കാൻ ആവശ്യമായ തുക വകവെക്കാതെ ഇവിടെ ടെൻഡർ വെക്കുമ്പോൾ കോൺട്രാക്ടർമാർ ആ വർക്ക് എടുക്കത്തില്ല. ഞാനും ഒരു ഗവൺമെന്റ് കോൺട്രാക്ട് ആയിരുന്നു. ഈ ഗവൺമെന്റിന്റെ നെറികെട്ട സമീപനം കൊണ്ട് ഞാൻ ആ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. എനിക്കിനി വർക്ക് ചെയ്ത പൈസ തരത്തില്ല, അതുകൊണ്ട് ഞാൻ ആ പരിപാടി അവസാനിപ്പിച്ചു. അതുപോലെ ഇവിടുത്തെ കോൺട്രാക്ടർമാർക്ക് വർക്ക് ചെയ്ത അവർ ക്യാഷ് കൊടുക്കത്തില്ല. 3 കോടി രൂപ പേപ്പറിൽ എഴുതി കാണിച്ചിട്ട് ആലുംകുന്നംപുറം പാറയമുക്ക് റോഡ് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ടർ ചെയ്യാൻ കഴിയത്തില്ല. ഫണ്ട് കൃത്യമായി ട്രഷറി വഴി അത് അക്കൗണ്ടിൽ കൊടുത്താലേ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതുപോലെ പാർട്ട് ബില്ല് കൊടുക്കത്തില്ല ഇവര്. ഇത് കടം മേടിച്ചും പലിശക്കെടുത്തും ചെയ്യുന്ന കോൺട്രാക്ടർമാർ ആത്മഹത്യയിലേക്ക് പോകും. അപ്പൊ അവർക്ക് ഒരു കാരണവശാലും പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള ഫണ്ട് ഇതിന് വകയിരുത്തിയിട്ടില്ല. ഇതിന്റെ BMC നിലവാരത്തിലല്ല ഈ റോഡ് ടാറിങ്ങിന് വേണ്ടി ഫണ്ട് അനുവദിച്ചേക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്.
ഇതിന് പണി മൊത്തം പൂർത്തീകരിക്കാനുള്ള ഫണ്ട് ഇരു സൈഡിലും ഓട കൊടുത്ത്, ആവശ്യമുള്ള സ്ഥലത്ത് ഐറിഷ് കോൺക്രീറ്റ് കൊടുത്ത്, ആവശ്യമുള്ളിടത്ത് ഇന്റർലോക്ക് കൊടുത്ത് ഇത് നല്ല നിലവാരത്തിൽ ഇത് പൂർത്തീകരിക്കുവാൻ ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കാൻ കഴിയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണിത്. ഒരു സൈഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് അവർക്ക് വിചാരിച്ചാൽ ഇത് ഈസിയായി പൂർത്തീകരിക്കാവുന്ന സാഹചര്യമേ ഉള്ളൂ. പക്ഷേ ഈ പ്രദേശത്തെ ഇതൊരു കാർഷിക മേഖലയാണ്. ഇവിടുത്തെ ആളുകൾ കൂടുതലും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരും അതുപോലെ തന്നെ അന്നന്ന് പോയി ജോലി ചെയ്തുകൊണ്ട് വന്ന് ജീവിക്കുന്ന ആളുകളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരോട് കടുത്ത വിവേചനം ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വന്ന് വാഗ്ദാനം നൽകി പോകുന്നതല്ലാതെ ഇത് പൂർത്തീകരിക്കുവാനുള്ള ഒരു നടപടിയും, ഈ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ എന്നെ ഒരുപാട് ആക്ഷേപം, ഇവിടുന്ന് പുറത്തുനിന്ന് വന്നാണ് ഇവിടെ വന്ന് ഒരുത്തൻ ഉരുണ്ടിട്ട് പോയത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായി വന്ന എന്റെ സഹപ്രവർത്തകരുടെ ഈ ഗതികേട് കണ്ടിട്ട് എന്റെ രണ്ടുപേർ എനിക്കൊപ്പം എന്നെ ചേർന്ന് നിൽക്കുന്ന രണ്ടുപേര് ചെളിവെള്ളത്തിൽ ഉരുളുമ്പോൾ എനിക്ക് മനസ്സനുവദിച്ചില്ല, ഞാനും അവരോട് ഒപ്പം ഉരുളുകയായിരുന്നു. അതുകൊണ്ട് അതിനോടൊപ്പം ഇവിടുത്തെ അമ്മമാരും ചേർന്ന് നിന്നു. അപ്പൊ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, ഇതുവഴി കടന്നു പോകുന്ന ആളുകളുടെ വലിയ യാത്രാ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. ഇവിടേക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷക്കാർ വന്നിട്ട് തിരിച്ചു വന്നാൽ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാൻ കഴിയുള്ളൂ. അവരുടെ വണ്ടി മൊത്തവും നാശമാവും. അവരും അന്നന്ന് പോയി ഓട്ടോറിക്ഷ ഓടി ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിത പ്രശ്നം തടസ്സപ്പെട്ട് ഇവിടേക്ക് കടന്നു വന്ന അതിന്റെ പേരിൽ തന്നെ ഓട്ടോറിക്ഷക്കാരും ഇവിടുത്തെ ആളുകൾ ഞങ്ങൾ പലപ്പോഴും വഴക്കുണ്ടാവാറുണ്ട്. കാരണം അവർക്ക് വന്നാൽ അവരുടെ തിരിച്ച് ഈ വണ്ടി നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകണം. അതുപോലെ സ്കൂൾ ബസ്സുകൾ, ഇവിടെ ഉണ്ടായിരുന്ന ബസ് അത് പലപ്പോഴും മുടങ്ങുക. ഇതിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യം, ഒന്നാമത് KSRTC കട്ടപ്പുറത്താ പകുതിയും. ഒരു കാറ് വന്ന് തട്ടിയപ്പോൾ ബീലൂരിപ്പോയ സംഭവം കൊട്ടാരക്കര നമ്മൾ കണ്ടതാ. അപ്പൊ ഈ റോഡിലൂടെ വന്നിട്ട് ഇതിനകത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ജീവിതത്തിനും യാതൊരു സുരക്ഷയുമില്ല. അപ്പൊ ഈ റോഡിന് ശാശ്വതമായ പരിഹാരം കാണണം. ഇവിടുത്തെ ആളുകളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് 10-12 വർഷമായി തകർന്നു കിടക്കുന്ന ഈ റോഡ് അടിയന്തരമായി ഇത് പൂർത്തീകരിക്കണം. ഇപ്പോഴും ഞാൻ എഞ്ചിനീയറോട് ചോദിക്കുമ്പോൾ എഗ്രിമെന്റ് വെച്ചിട്ടില്ല. കോൺട്രാക്ടർ വന്നുപോയി എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ കണ്ണിപ്പൊടി ഇടാവുന്നല്ലാതെ ഇതിനൊരു പരിഹാരം കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ 2ാം ഘട്ട സമരം ഞങ്ങൾ ആലോചിച്ചിരുന്നതാണ്. അപ്പോഴും ഈ ഞാൻ പറഞ്ഞ ആളുകൾ, ജനപ്രതിനിധികളായിട്ടുള്ള ചില ആളുകൾ വീടുകൾ കയറി പറഞ്ഞു, റോഡ് പണിയാനുള്ള തീരുമാനമായിട്ടുണ്ട്, നിങ്ങൾ സമരത്തിന് പോകരുത്. 2ാം ഘട്ടം ഇത് ബ്ലോക്ക് പഞ്ചായത്തിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന് 500 മീറ്റർ അപ്പുറം PWD ആണ് ഈ റോഡ് ചെയ്തിരിക്കുന്നത്. നല്ല വിശാലമായി ചെയ്തിരിക്കുമ്പോഴാണ് ഇത്രയും ഭാഗത്ത് ഒരു 1.5 കിലോമീറ്റർ ഇടയ്ക്കുള്ള ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഇടം മാത്രം ഒഴിവാക്കി 2 സൈഡും ടാർ ചെയ്തേക്കുക. ഇത് 10 വർഷമായി ഇവർ അനുഭവിക്കുകയല്ലേ. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ യഥാർത്ഥ PWD ഈ റോഡ് ഏറ്റെടുക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. അതിന് ആധികാരികമായി പലർക്കും പറയാൻ അറിയത്തില്ല. ഈ റോഡ് PWD ഏറ്റെടുക്കണം. ഇതൊരു മെയിൻ റോഡാണ്, ഇത് ബസ് റൂട്ടാണ്. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ വകയിരുത്തി പൂർത്തീകരിക്കാൻ പറ്റുന്ന റോഡല്ല. ഇത് PWD റോഡ് ഏറ്റെടുത്ത് ആവശ്യമായ തുക അനുവദിച്ചത് പൂർത്തീകരിക്കണം. അല്ല, ഞങ്ങൾ ആ സമരം ചെയ്യാനായി കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ AXയുടെ മുമ്പിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ പോകാൻ തീരുമാനിച്ചപ്പം ഈ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സഞ്ജു ചില വീടുകളിൽ സംസാരിച്ചപ്പോ ഇങ്ങോട്ട് മോനെ, ആ റോഡിന്റെ ടെൻഡർ എല്ലാം ആയി, പണി അടുത്ത ആഴ്ച തുടങ്ങുമെന്നാണല്ലോ പറയുന്നത്, പിന്നെന്തിനാ നമ്മൾ സമരം ചെയ്യുന്നത്? അപ്പൊ ഞാൻ സഞ്ജുവിനോട് പറഞ്ഞു, അങ്ങനെയാണ് അവിടുത്തെ പ്രദേശത്തെ അമ്മമാർ പറയുന്നതെങ്കിൽ അവർക്കൊപ്പം നിൽക്കുക, അവരെപ്പോ സമരം ആവശ്യപ്പെടുന്നോ അപ്പോൾ അത് ഏറ്റെടുക്കുക. അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഈ പ്രദേശത്തെ ആളുകൾക്കൊപ്പം രാഷ്ട്രീയത്തിന് അതീതമായി ഒരിക്കലും ഞാൻ ഇവിടെ ഒരിക്കലും ജനപ്രതിയാവാൻ ആഗ്രഹിക്കുന്ന ആളല്ല. എന്റെ സഹപ്രവർത്തകൻ സഞ്ജു ഇവിടെ ജനപ്രതിയാവാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഇദ്ദേഹം കിള്ളൂരിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം ജനപ്രതിയാവാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഇവിടുത്തെ ആളുകളുടെ ഈ ഒരു യാത്രാ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണം. ഉത്തരവാദിത്തമുള്ള ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ഈ സമരം, ഇതുപോലുള്ള ഒട്ടേറെ സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ ആവശ്യപ്രകാരമാണ്. ഇപ്പോ ന്യൂസ് 8 തന്നെ ഇവിടെ വരുമ്പോൾ എനിക്ക് വേറെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങളോട് ഇത് കാര്യങ്ങൾ വ്യക്തമായി എന്തുകൊണ്ടാണ് ഇത് വൈകിപ്പോകുന്നത്, ഒരു കോൺട്രാക്ട് എടുക്കാത്തതിന്റെ കാരണമെന്ന് ഈ അമ്മമാർക്ക് പറഞ്ഞ് നിങ്ങളെ ധരിപ്പിക്കാൻ കഴിയില്ല. ഒരു കോൺട്രാക്ട് എടുക്കണമെങ്കിൽ ആവശ്യമായി ഈ ടാറിംഗ് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്ട് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരാൾക്കും ഒരു രൂപ ലാഭം ലഭിക്കത്തില്ല. അതിന് സൈഡിൽ 2 സൈഡും കോൺക്രീറ്റും അതുപോലെ ഇന്റർലോക്കും ഓടയും കോൺക്രീറ്റ് പോലുള്ള ഇത് കൂടി ഉൾപ്പെടുത്തിയാലേ കോൺട്രാക്ട് നഷ്ടമില്ലാതെ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. സാധാരണ ജില്ലാ പഞ്ചായത്തിൽ കൊടുക്കുന്ന പോലെ ഒരു തുക പറയുന്നു, 3 കോടി 4 കോടി അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ആധികാരികമായ രേഖ ഈ പ്രദേശത്തെ ആളുകളെ കാണിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇവിടെ വന്നൊരു ഒരാൾ പറഞ്ഞിട്ട് പോയത് ടെൻഡർ എടുത്തു, വർക്ക് എടുത്ത് കോൺട്രാക്ടർ മെറ്റീരിയൽ ഇറക്കാൻ പോകുന്ന. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് മുമ്പ് ഇന്നുകൊണ്ട് AE വിളിച്ചു. AE പറഞ്ഞത് എഗ്രിമെന്റ് വെച്ചിട്ടില്ല, ആണ് കൊടുക്കേണ്ടത്, ജില്ലാ പഞ്ചായത്തിൽ ആണ് കൊടുക്കേണ്ടത്, എഗ്രിമെന്റ് വെച്ചിട്ടില്ല. അത് തന്നെ കണ്ണിൽ പൊടിയിടുന്ന സമയമാണ്. ആളുകൾ പ്രതിഷേധിക്കാൻ പാടില്ല. അവരുടെ അവകാശങ്ങൾ, അവർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ജനപ്രതിനിധികൾ അവർക്കൊപ്പം നിന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഇവിടുത്തെ ആളുകൾ കുറെ കൂടി മര്യാദയായിട്ട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ യാത്ര ചെയ്യുവാൻ
ജനപ്രതിനിധികൾ വന്ന് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. പക്ഷേ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവിടെ ആളുകൾ വന്നുപോയി. ഇത് കഴിഞ്ഞ 10 വർഷമായി ഈ പ്രദേശത്തെ അമ്മമാർ ഇവിടുത്തെ ഈ ദുരിതം അനുഭവിക്കുകയാണ്. അപ്പൊ ഇതിനുള്ള ശാശ്വതമായ പരിഹാരമില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അടുത്ത ഘട്ട സമരത്തിലേക്ക് പോകും. ഇനി എത്ര തന്നെ ഇവര് ആളുകളുടെ ഇടയിൽ ഈ ഞങ്ങൾ വർക്ക് ഇപ്പൊ ആരംഭിക്കും, അല്ലെങ്കിൽ 2 ലോഡ് മെറ്റൽ കൊണ്ട് ഇറക്കി വെക്കും. ചില സമയത്തുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇലക്ഷൻ സമയമാകുമ്പോൾ 2 ലോഡ് മെറ്റൽ അവിടെ കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ട് പണി ആരംഭിച്ചു എന്ന് പറഞ്ഞ് ഇപ്പം ഒന്ന് തോണ്ടി വെക്കും. അപ്പൊ പണി ആരംഭിച്ചു, അപ്പൊ വീണ്ടും ഒന്ന് സൈലന്റ് ആവും. പിന്നെയും 6 മാസം. സത്യത്തിൽ ഇവിടെ പെൻഷൻ കൊടുക്കാൻ ഈ ഗവൺമെന്റ് പൈസയില്ല. ഇരുട്ടടി പോലെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുന്നു, നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെല്ലാം വർദ്ധിപ്പിക്കുന്നു. എല്ലാ തരത്തിലും സാധാരണക്കാർക്ക് കിട്ടേണ്ട പെൻഷൻ മൊത്തവും ഇവിടുത്തെ കുത്തക മുതലാളിമാർ അടിച്ചുകൊണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമാണ്. ഗവൺമെന്റ് കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ധൂർത്തും അഴിമതിയും സ്വജനപക്ഷപാതവും മോനും മരുമോനും അല്ല മകൾക്കും വേണ്ടിയുള്ള ഒരു ഗവൺമെന്റായി ഇത് മാറി. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിന്റെ ഗതി ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് 2ാമത്തെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, ഈ സംസ്ഥാനത്തെ മൊത്തം പണവും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാ. വേറെ ആളെയും പോലെ അല്ല. അയാൾക്ക് ഇതിന് ഫണ്ട് അനുവദിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. പക്ഷെ ആവശ്യമായ ഫണ്ട്, യഥാർത്ഥ പ്രശ്നം പൈസ അനുവദിച്ചു, പക്ഷെ ഇത് പൂർത്തീകരിക്കാനുള്ള പൈസ ഇല്ല. അതുകൊണ്ടാണ് കോൺട്രാക്ട് എടുക്കുന്നത്. കാരണം എന്റെ എർത്ത് കട്ടിങ് പോലും കൃത്യമായി കൊടുത്തിട്ടില്ല. മണ്ണ് കട്ട് ചെയ്യേണ്ട സ്ഥലത്ത് കട്ട് ചെയ്യണതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഈ എസ്റ്റിമേറ്റിലെ അപര്യാപ്തത മൂലമാണ് ഈ കോൺട്രാക്ടർമാർക്ക് ഇത് എടുത്ത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സംശയം വേണ്ട, തൊട്ടടുത്ത ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ തുടർ സമരം ആരംഭിക്കും. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ചെയ്യും. അതിനുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പാവപ്പെട്ടവർക്കൊപ്പം ഉണ്ടാവും. ഒരു രാഷ്ട്രീയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 2 സൈഡിലും 3 പാർട്ടിക്കാരാണല്ലോ. ഞാനും ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കക്ഷി രാഷ്ട്രീയമില്ലാതെ ഒരു സൈഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും, ഒരു സൈഡിൽ BJPയുടെ ജനപ്രതിനിധിയും, ഒരു സൈഡിൽ LDFന്റെ ജനപ്രതിനിധിയാണുള്ളത്. അവർ 3 പേരും പൂർണ്ണമായും പരാജയപ്പെട്ടു. അല്ലെങ്കിൽ ഈ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമില്ല, ഇതിനകത്ത് മറ്റൊന്നും ഇല്ലെങ്കിൽ അവർക്ക് 3 പേർ കൂടെ ചേർന്നുകൊണ്ട് സമരം ചെയ്യാം. അവർ ചെയ്യുന്നില്ലല്ലോ, ഇതിനെതിരെ പറയുന്നില്ലല്ലോ. അവർ ഒരു വാക്ക് പോലും ഇതിനു വേണ്ടി സംസാരിക്കാൻ, ആരുടെ മുമ്പിലും പോയി സംസാരിക്കാൻ അവർ തയ്യാറാവുന്നില്ല. അപ്പൊ എന്നുള്ളത് വളരെ വിരോധാഭാസമാണ്. ഇതിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിനുണ്ട്. അത് രേഖപ്പെടുത്തേണ്ട ഇടങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ് നടത്തും. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ, ഇനി ജയിലറയാണ് എങ്കിൽ പോകേണ്ടി വന്നാലും, ഇതിനുവേണ്ടി സമരം ചെയ്ത് ജയിലിൽ പോകേണ്ടി വന്നാലും കോൺഗ്രസിന് മടിക്കില്ല. ഞാൻ ഈ സഹപ്രവർത്തകർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിന് തയ്യാറായി മുമ്പോട്ട് വരും. പ്രത്യേകിച്ച് എന്താ പറയാ, ശിവകുമാർ പറയാനുള്ള എല്ലാം പറഞ്ഞു. ഇവിടെയുള്ള ഒരു 2-3 മാസത്തിന് മുമ്പ് ഞാനും കൂടെ വന്ന് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇവിടെ വന്ന് നടന്ന് ഉരുളുണ്ടെന്ന കാര്യമില്ല. ഞാൻ ഉരുട്ടിയത് പുള്ളിയെ. ഇത് കാരണം എന്താ, നാട്ടുകാർക്ക് വേണ്ടിയാണ്. അന്നേരം അതിൻ്റെതായ രീതിയിൽ ഇവരാരും ജനപ്രതിനിധികൾ ഇവിടെ ഉള്ളവരാരും അല്ലെ സർക്കാരും ആരും ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന രീതി ചെയ്യുന്നില്ല. ഇനിയെങ്കിലും അവർ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ഉത്തരം പറയാൻ. അതല്ലെന്നൊരില് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഞങ്ങൾ അടുത്ത സമരത്തിലേക്ക് പോകും. ബ്ലോക്ക് പഞ്ചായത്തിൽ പോകണ്ടെന്ന് അവിടെ പോകും, അല്ലെ നെടുത്ത് പഞ്ചായത്തിൽ സെക്രട്ടറിയുടെ മുമ്പിൽ പോകണ്ടെന്ന് അവിടെ പോകും. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ശരിക്കും നാട്ടുകാരെ ഒരു പരാതി കേട്ട് നമ്മൾ മടുത്തു. പരാതി കേട്ട് ഞങ്ങളിവിടെ വരുമ്പോൾ ഇവര് പരാതിയെ പറയുന്നുള്ളൂ. നാട്ടുകാർ പറയുന്നത് ഇതാണ്, നിങ്ങൾ വരുന്നൊന്നും പ്രയോജനമൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങി വരുന്നു. പക്ഷെ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല. അന്നേരം എവിടം വരെ പരിഹാരം കാണും അവിടം വരെ ഞങ്ങൾ സമരത്തിന് പോകും. അതിന് ശക്തമായ സമരത്തിന് പോകും. അതിനൊരു മാറ്റമില്ല. നമ്മൾ ഇതിനുവേണ്ടി സമരങ്ങൾ നിരവധി ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. നാടിന്റെ ആവശ്യമാണ്, ഇവിടുത്തെ അമ്മമാരുടെ, ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. പ്രായമുള്ളവർക്ക് ഇതിലെ ആശുപത്രി പോകാനോ മറ്റു കാര്യത്തിനോ വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ നാടിനൊപ്പം എന്നും എപ്പോഴും ഞാനും എന്റെ നേതാവും എല്ലാവരും കുറച്ചേരം നിൽക്കുമെന്ന് പറഞ്ഞോളൂ. ആവശ്യം റോഡ് നന്നാവണം. ഇപ്പം കുറെ വർഷങ്ങൾ കൊണ്ട് ഈ ശോചനീയ അവസ്ഥയാണ് ഈ റോഡിന്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ കേസിന് പോലും ഒരു ഓട്ടോയെ വിളിച്ചാൽ പോലും ആരും വരത്തില്ല. അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരിപ്പം ഈ റോഡിൽ കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് വണ്ടിയിലും കേടുപാടായിട്ട് സംഭവിച്ച് അവരുടെ കയ്യിൽ നിന്നും ക്യാഷ് പോകാറുണ്ട്. അപ്പൊ എത്രയും വേഗം നമ്മുടെ റോഡൊന്ന് ശരിയാക്കി തരണമെന്നാണ് പറയാനുള്ളത്. സ്കൂളിൽ വിടാനായാലും നടന്നു പോകാൻ പറ്റാത്ത എത്രയും അവസ്ഥയാണ് ഈ റോഡിന്റെ. മഴയായി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ. പിന്നെ ഇതുപോലെ റോഡ് വണ്ടികൾ പോകുമ്പോൾ പോലും ചരിഞ്ഞ് ചരലുമൂലൊക്കെ ഇങ്ങനെ അവിടുന്ന് അപ്പൊ നമ്മുടെ ബന്ധുക്കാരായാൽ പോലും ഇങ്ങോട്ട് വരാൻ മടിക്കുന്നത് ഈ റോഡിന്റെ അവസ്ഥ കൊണ്ടാണ്. റോഡ് ശരിയായെന്നാണ് എല്ലാവരും ചോദിക്കാറ്. അതുകൊണ്ട് എല്ലാവർക്കും വരാൻ മടിയാണ്. ആവശ്യം തന്നെ എത്രയും വേഗം ഈ റോഡ് ശരിയാക്കി തരണമെന്നാണ് പറയാനുള്ളത്. നമുക്ക് വണ്ടി പോലും നമുക്ക് വണ്ടിയില്ല എന്നാൽ പോലും ഇതേപോലെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് വണ്ടി രാവിലെ വൈകിട്ടേ ഉള്ളൂ ഇവിടുത്തെ ബസ് ട്രാൻസ്പോർട്ടാണ്. ഞായറാഴ്ച ദിവസം ബസ്സൊന്നും പണ്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ബസ്. ഇങ്ങനെ ആയതുകൊണ്ട് നിർത്തി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വർഷങ്ങളായി റോഡ് ഇങ്ങനെ തകർന്നു കിടക്കുകയാണ്. എന്താ നിങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം? നാട്ടുകാരെന്തുവാ, ഇത് റോഡ് ഇപ്പൊ പണ്ട് തൊട്ടേ ഇങ്ങനെ നടക്കുക. ഇതിപ്പോ ശരിയാക്കും, നാളെ ശരിയാക്കും, മറ്റന്നാൾ ശരിയാക്കും, ഒന്നും നടന്നിട്ടില്ല.
ഇത് തന്നെ ഉള്ളൂ. പിന്നെ എനിക്കിപ്പോ നിലവിൽ 2 കാറ് അല്ല 2 ബൈക്ക്, ഒരു സ്കൂട്ടി, ഒരു കാറും ഉണ്ട്. പോയി ഷോക്ക് മാറി ഊപ്പാടില് വണ്ടി പണിഞ്ഞു പണിഞ്ഞ് മടുത്ത്. ഇനി എന്തോ ഈ ഒരു ഓട്ടോക്കാർ ഇത് വഴി വരത്തില്ല. എല്ലാം ഇത് തന്നെ. പാറമുക്ക് തൊട്ട് ആലുകുന്നപ്പുറം പണം എല്ലാം ഇതേ അവസ്ഥയാ. വണ്ടി പണിഞ്ഞു വന്നാലും വീണ്ടും കംപ്ലൈന്റാ. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും നെട്ടൊക്കെ ഊരിയെ പോവാ. എവിടെ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. കടകടാന്നും പറയും. ഇത് വഴി കൂടെ നമുക്ക് പോകത്തില്ല. നോക്ക്, ഈ വഴി കാണുമ്പോ തന്നെ അറിയത്തില്ലേ. പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റ വഴിയേ ഉള്ളൂ അല്ലേ? നമുക്ക് കടയിൽ പോകണമെങ്കിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. എവിടെയെങ്കിലും അപ്പുറം ഇപ്പുറം പുത്ത് പോകണമെങ്കിലും എല്ലാം ഈ റോഡെല്ലാം ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ആർക്കും വഴി പറഞ്ഞു കൊടുക്കുക ഇപ്പൊ എല്ലാവർക്കും ഉള്ളു. ഇപ്പൊ ഈ പൊട്ടി പൊടിഞ്ഞ് നടക്കുന്ന വഴി കൂടെ കയറി വന്നാൽ എല്ലാവർക്കും അറിയാം. അങ്ങനെ പറയത്തുള്ളൂ. പിന്നെന്തോ ഇത് ശരിയാക്കണമെന്നാ ആഗ്രഹം ആവശ്യമെല്ലാം. സമരം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് ഈ അധികാരികളിലൂടെ ചിന്തിക്കണ്ടേ. അവർക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ശരിയാക്കണമെന്ന് തന്നെ ആഗ്രഹം ആവശ്യം എല്ലാവരുടെയും തന്നെ. പക്ഷെ എല്ലാരും പുറത്ത് കാണിക്കുന്നില്ല. പുറത്ത് കാണിക്കാത്തൊരിതേ ഉള്ളൂ. മഴക്കാലത്ത് വലിയ കുഴപ്പമില്ല. ഇവിടെ വലിയ കുഴപ്പമില്ല. താഴെയൊക്കെ നല്ല വെള്ളം കിടക്കും. സമരം ചെയ്തുകൊണ്ടൊന്നും ഒരു കഥയില്ല ഇവിടെ. ബൈക്ക്, കാറൊക്കെ കിടുകിടുകിടുന്ന് പറഞ്ഞാ. ബൈക്കാണെ എന്റെ സ്കൂട്ടിയാണ് ഇപ്പൊ ഓടിച്ച് കാണിക്കുക. അതിനാ സൗണ്ട് കേൾക്കുന്നത്. മൊത്തം തായ്പണമായിരിക്കും. ആൾക്കാർ ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ പുത്ത് പോകണമെങ്കിൽ ഇതിപ്പോ ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ, ഞങ്ങളൊരു 7-8 കിലോമീറ്റർ ചുറ്റി പുല്ലാമല വഴിയാണ് ഞങ്ങൾ പുത്തൂരൊക്കെ പോകുന്നത്. അതുപോലെ ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വന്നാലും ഇത് നിങ്ങളുടെ എന്തൊരു സ്ഥലമാണ്, ഇത് എന്തുവാ, ഇതെങ്ങനെ വരും. അതുപോലെ ഇപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ വളർന്നവര്, അവർക്കൊരു ബന്ധം പുറത്തുനിന്ന് വരണമെങ്കിൽ അങ്ങനെ അവസ്ഥ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് വരുമ്പോ അവര് പറയുന്നത് അങ്ങനെ വരുന്ന ബന്ധം പോയിട്ടുമുണ്ട്. അത് എന്റെ വ്യക്തിപരമായ അത് ഞാൻ പറയാം. എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ. നിങ്ങളുടെ ഈ സ്ഥലം ശരിയല്ല, ഒരു വണ്ടി വരത്തില്ല, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നു. ഞങ്ങൾ ആലുകുന്നം പറഞ്ഞോട്ട് പാറമുക്കിലുള്ള അമ്മമാരും സഹോദരികളും കൊച്ചുങ്ങൾ സഹിതമാണ് വന്നത്. അല്ലാതെ ഞങ്ങളെ തൊഴിലുറപ്പിൽ കിടന്നവരെ വിളിച്ചിറത്തുകൊണ്ട് വന്നതൊന്നും അല്ല. അത് ഞങ്ങൾ നാട്ടിലുള്ളവരല്ല എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവർ ചുമ്മാ ഇത് വിജയിക്കാൻ വേണ്ടി തൊഴിലുറപ്പിലുള്ളവരെ കൊണ്ടുവന്നു. ഞാൻ തൊഴിലുറപ്പുകാരല്ല, ഈ നാട്ടിലുള്ള അമ്മമാരും കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇന്ന് നിങ്ങൾ വരുന്ന അറിഞ്ഞില്ല, അല്ലെ ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതലാണ് സംഘടിപ്പിച്ചേനെ, അങ്ങനെ വെച്ചുപടി നിർത്തിയാൽ ഇനി എവിടറ്റം വരം പെടാൻ വേണ്ടി എന്തോ ആണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഈ റോഡിന് വേണ്ടി അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അത് ഞങ്ങൾ എവിടെ വേണമെങ്കിലും ഞങ്ങൾ പോകും. കല്യാണാലോചന പോലും വരാൻ നമ്മുടെ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ വരത്തില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും വരത്തില്ല, ഒരു മനുഷ്യൻ വരത്തില്ല. ഈ ഒരു റോഡിന്റെ അതാണ് ഒരു ഓട്ടോ വിളിച്ചാൽ വരാനില്ല, ഒരു മനുഷ്യൻ വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് വെച്ചാലും എന്തൊരു കാര്യത്തിന് എവിടം വരെ പോണോ ഈ റോഡ് ശരിയാവുന്നിടം വരെ ഞങ്ങൾ എടുത്തിരിക്കും. ഞങ്ങൾക്കൊരു പേടിയില്ല, രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്കിപ്പോ ഇവിടെ വിറ്റുപറക്കി പോകാനൊന്നും പറ്റത്തില്ലല്ലോ, ഇപ്പം വഴിയില്ല അങ്ങനെ പറഞ്ഞിട്ട്. അതിപ്പോ നമ്മളിപ്പോ ഇവിടെ ജനിച്ചു വളർന്ന് നമ്മുടെ ഒരു വിലയില്ല. നമുക്ക് ഇവിടുന്ന് വിറ്റുപറക്കി പോകാനോ ഒന്നും ഇപ്പം മക്കൾ അത് തന്നെ ഇപ്പൊ പറയുന്നത്, നമുക്ക് ഇവിടെ വേണ്ട, നമുക്ക് എവിടെങ്കിലും പോവാം. ഇത് തന്നെ കൊച്ചുങ്ങളൊക്കെ വീട്ടിൽ പറയുന്നത്. അങ്ങനെ എല്ലാവരും താമസം മാറി പോയതായിട്ട് വല്ല അറിവുണ്ടോ? താമസം മാറി പോകും. ഈ റോഡിന്റെ വേദനാവസ്ഥ അനുസരിച്ച് നമ്മുടെ ഈ റോഡിന്റെ പിന്നകത്ത് അവര് വീട് പിന്നെ സ്ഥലം മേടിച്ചവരുണ്ട്, മനക്കരക്കാവ് സ്ഥലം മേടിച്ചവരുണ്ട്, പുത്തൂര് മേടിച്ചവരുണ്ട്, കിള്ളുമുക്ക് മേടിച്ചവരുണ്ട്. അവർ ഈ ഒരു പ്രദേശം അവരുടെ കൊച്ചുങ്ങളുടെ ഒക്കെ ഭാവി നോക്കാൻ വേണ്ടി 4-5 ഫാമിലി, അങ്ങനെ 4-5 പേര് കൂട്ടർ അങ്ങനെ പോയിട്ടുണ്ട്, പുറത്തോട്ട് പോയി താമസം. ഞങ്ങളൊക്കെ അവസ്ഥ ഇനി അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഒന്നും വസ്തുക്കൾ വിൽക്കാൻ പറ്റുന്നില്ല. കൊടുത്തിട്ട് പോകണമെന്ന് വെച്ചിട്ട് പോലും ഒരു മനുഷ്യർ വരുന്നില്ല. ആർക്കും വേണ്ട. വണ്ടിയില്ലാത്ത സ്ഥലം എന്തിനാന്നാ ചോദിക്കുന്നത്. എത്രയോ പേര് കടത്തി കിടക്കുന്ന വസ്തു ഒന്ന് വിൽക്കാൻ വേണ്ടി നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ജപ്തിയായി കിടക്കുന്ന മനുഷ്യരുണ്ട്. 10 സെന്റ് വിൽക്കാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വേണ്ട. ഈ സ്ഥലം ആർക്കും വേണ്ട. നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരു സ്ഥലവും അവർക്ക് വേണ്ട. ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്. ആർക്ക് വേണമെങ്കിലും കാശുമായിട്ട് വന്നാൽ മേടിക്കാൻ കിടപ്പുണ്ട് ഏക്കർ കണക്കിന്. വിറ്റുപറക്കി പോയേനെ. ആർക്കും വേണ്ട വസ്തു, ആർക്കും വേണ്ട, വിലയില്ലെന്നല്ല ഈ സ്ഥലം. ശരിക്കും ഈ റോഡിന്റെ ഈ ഒരു അവഗണന മൂലം ഈ വീട്ടിലേക്ക് ആൾക്കാർ വരാൻ മടിക്കുന്നു, ബന്ധുക്കൾ വരാൻ മടിക്കുന്നു. അതുപോലെ തന്നെ പുറത്തുനിന്ന വാഹനങ്ങൾ ഇവിടേക്ക് എത്താൻ മടിക്കുന്നു. ഒരു ഓട്ടം വിളിച്ചാൽ പോലും ഓട്ടോറിക്ഷ ഇവിടേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അടിയന്തരമായ ഒരു പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇനിയെങ്കിലും ഇവരുടെ ദുരിതം കണ്ടിട്ടും കണ്ടില്ല എന്നടിക്കരുത്. അടിയന്തരമായ ഒരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.